ഹായ്. അപ്പോൾ എന്നും നമ്മുടെ പ്ലാന്റ്സ് നന്നായിട്ട് മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളായിരിക്കും അല്ലേ? നീ നോക്കി, ഇന്ന് ഒരാൾക്ക് നല്ല അഴുകി ചീഞ്ഞളിഞ്ഞ് നമ്മുടെ പ്ലാന്റ് ചെന്നിട്ടുണ്ട്. ഇത് അതർ സ്റ്റേറ്റ് പോയ പ്ലാന്റ് ആയിരുന്നു. എന്നാൽ പോലും തിരുപ്പൂരായിരുന്നു സ്ഥലം. നമുക്ക് തിങ്കളാഴ്ച അയച്ച പ്ലാന്റ് ആയിരുന്നു. ബുധനാഴ്ച കിട്ടേണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ നമുക്ക് അപ്ഡേഷൻ ഒന്നും തന്നിട്ടില്ലായിരുന്നു. അപ്പം നിങ്ങളോട് ഞാൻ എന്നും പറയും, പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അപ്ഡേഷൻസ് തരണമെന്ന്. ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കുക. പ്ലാൻസ് കിട്ടാത്തവരെ ചാനലിൽ നിന്ന് ബില്ലും കൂടി എടുത്തിട്ട് ബില്ലും കൂടെ കൂട്ടി എനിക്ക് ഷെയർ ചെയ്യണം. അല്ല ബില്ല് തപ്പി പിടിക്കണം, നല്ല പാടാണ്. ഇനി ആരെങ്കിലും പ്ലാൻസ് കിട്ടാനുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ ബില്ല് സഹിതം എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരണം കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് മിക്ക ആൾക്കാർക്കും കിട്ടിയതായിട്ടാണ്. ഇപ്പം കുറേ എണ്ണയില്ലായിരുന്നു, ഒത്തിരി ആൾക്കാർ റിവ്യൂ വീഡിയോ തന്നിട്ടുണ്ട്. അപ്പോൾ കിട്ടാനുള്ളവരെ ഇനി ഒന്ന് മെസ്സേജ് ഇട്ടേക്ക്, പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബില്ല് ഉൾപ്പെടെ ഇടണം കേട്ടോ, എന്നാലേ എനിക്ക് ഫാസ്റ്റായിട്ട് അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് നമ്മുടെ വാട്സപ്പ് ചാനലിലെ വോയിസ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആൾക്ക് അയച്ചു കൊടുത്താണ്. ആള് രണ്ടാമത് ഒന്നും കൂടെ പ്ലാന്റ് അയച്ചു കിട്ടും എന്ന് വിചാരിച്ചു. കാരണം നമുക്ക് നമ്മുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടും, അതായത് പ്ലാന്റ് തിങ്കളാഴ്ച അയച്ചു, ഒരു വ്യാഴാഴ്ച ആയപ്പോഴെങ്കിലും നമ്മുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു, ഞാൻ റീഫണ്ട് കൊടുത്തേനെ, ഉറപ്പായിട്ട് റീഫണ്ട് കൊടുത്തേനെ. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് ഞാൻ അയച്ചും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇന്നലെ പ്ലാൻസ് അയച്ച എല്ലാവരും തന്നെ പ്ലാൻസ് ട്രാക്ക് ചെയ്ത് നോക്കിയിട്ട് ഇന്ന് വൈകുന്നേരം 4 മണിക്കുള്ളിൽ പ്ലാൻസ്, അതായത് കൊറിയർ ഓഫീസിൽ നിങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് പേരെ അയച്ചിട്ടുണ്ട്. ഇത്രയും പേരെ ട്രാക്ക് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ, നമുക്ക് നടക്കില്ല. സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്ലാൻസ് ട്രാക്ക് ചെയ്ത് നോക്കുക. അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ മാത്രം സമീപിക്കുക. കാരണം ഒരുപാട് പേരെ ഇനിയും ഇന്ന് എനിക്ക് ചെടി പർച്ചേസിങ്ങിന് പോവാണ്. ബാക്കി ബാലൻസ് അയക്കാനുള്ളവർക്ക് വേണ്ടി ചെടി പർച്ചേസിങ്ങിന് പോകണം. അപ്പം ഒരുപാട് നമ്മൾ തിങ്കളാഴ്ച പ്ലാന്റ് അയച്ചതായിരുന്നു. ചൊവ്വാഴ്ചത്തെ അപ്ഡേഷനാണ് കാണിച്ചത്. ചൊവ്വ, ബുധൻ, വ്യാഴം എല്ലാം ഞാനിങ്ങനെ പ്ലാന്റ് കിട്ടിയോ ചോദിച്ചിട്ട് ഈ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല. ആൾ മേ ബി ബിഗിനർ ആയതുകൊണ്ട് ഇന്ന് കിട്ടും എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ പ്ലാന്റ് ഇന്ന് വൈകിട്ടാണ് കിട്ടിയത്. അപ്പോൾ പ്ലാന്റ് ഫുൾ അഴുകിപ്പോയിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ പറയുന്നതിന്റെ റീസൺ നോക്കി ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെ പേരും നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ഡേ വെച്ചിട്ട് ആദ്യം പേയ്മെന്റ് ചെയ്തവർക്ക് ആദ്യം നമ്മൾ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഇൻ കേസ് ചില ആൾക്കാരുടെ പേരൊക്കെ മിസ് ഔട്ട് ആയി പോകാറുണ്ട്. അതുകൊണ്ടാണ് വാട്സപ്പ് ചാനലിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എല്ലാ അപ്ഡേഷനും നോക്കണം എന്ന് പറയുന്നത്. ചില വീഡിയോസ് മാത്രമേ ഞാൻ യൂട്യൂബിൽ അതിനകത്ത് എടുത്തുള്ളൂ, ബാക്കി ഫുൾ പ്ലാൻസിന്റെ കാര്യങ്ങളായിരിക്കും ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ്, അതായത് പ്ലാൻസ് കൈ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ലെഫ്റ്റ് ആയി പോകാവുന്നതാണ്. ആരെയും ഞാൻ നിർബന്ധിക്കാറില്ല. അപ്പം നോക്കി നമ്മുടെ ബില്ലും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് ഇൻഡിവിജ്വലി അയക്കുന്ന നടപടിയുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ വാട്സപ്പ് ചാനൽ തുടങ്ങി അതിൽ കൂടെ നമ്മൾ എല്ലാവരുടെയും ബില്ലും ബാക്കി ഡീറ്റെയിൽസും എല്ലാം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പ്ലാൻസ് വാങ്ങിക്കുന്നവർ നമ്മുടെ രീതിക്ക് നല്ലതായിട്ട് സഹകരിക്കാൻ. നമുക്ക് ശ്രീഗോകുൽ സ്പീഡ് ആൻഡ് സേഫിന്റെ കൊറിയറേ ഉള്ളൂ. നമ്മൾ പറയുന്ന വ്യക്തമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ പ്ലാൻസ് കിട്ടും. അത് ഡെലിവറി ചെയ്യിപ്പിക്കാം എന്ന് എനിക്കൊരു